മാർഗദർശക മണ്ഡലം കേരളം ഘടകത്തിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ധർമ്മസന്ദേശയാത്രയുടെ ഭാഗമായി കോഴിക്കോട് കുമാരി സംഗമം നടന്നു. തൊണ്ടയാട് ചിന്മയാഞ്ജലി ഓഡിറ്റോറിയത്തിൽ നടന്ന സംഗമത്തിൽ നിരവധി കുമാരിമാർ പങ്കെടുത്തു. മാതാ അമൃതാനന്ദമയി മഠം കോഴിക്കോട് മഠാധിപതി സ്വാമി വിവേകാമൃതാനന്ദപുരി അനുഗ്രഹ പ്രഭാഷണം നടത്തി. ചടങ്ങിൽ കൊളത്തൂർ അദ്വൈതാശ്രമം മഠാധിപതി സ്വാമി ചിദാനന്ദപുരി പങ്കെടുത്തു. സന്യാസി ശ്രേഷ്ഠന്മാരുടെ കൂട്ടായ്മയായ മാർഗദർശക മണ്ഡലം കേരളം ഘടകം സംഘടിപ്പിക്കുന്ന ധർമ്മ സന്ദേശയാത്രയുടെ ഭാഗമായാണ് കോഴിക്കോട് കുമാരി സംഗമം നടന്നത്. മൂല്യബോധമുള്ള സമൂഹത്തെ സൃഷ്ടിക്കുക എന്നതാണ് യാത്രയുടെ ലക്ഷ്യം. തൊണ്ടയാട് ചിന്മയാഞ്ജലി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ മാതാ അമൃതാനന്ദമയി മഠം കോഴിക്കോട് മഠാധിപതിയും ധർമ്മ സന്ദേശയാത്രയുടെ കോഴിക്കോട് സ്വാഗത സംഘം ജനറൽ കൺവീനറുമായ സ്വാമി വിവേകാമൃതാനന്ദപുരി അനുഗ്രഹ പ്രഭാഷണം നടത്തി. ധർമ്മത്തിന്റെ പാത നമ്മൾ സ്വീകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ കുടുംബത്തിന്റെ ഐശ്വര്യം മാത്രമല്ല, നമ്മുടെ സമൂഹത്തിന്റെയും ഈ നാടിൻ്റെയും രാഷ്ട്രത്തിൻ്റെയും എല്ലാം ഐശ്വര്യം നമ്മുടെ മൂല്യബോധമുള്ള ഒരു സമൂഹത്തെ ആശ്രയിച്ചാണ് നിലകൊള്ളുന്നത്. പരിപാടിയിൽ കൊളത്തൂർ അദ്വൈതാശ്രമ മഠാധിപതിയും ധർമ്മ സന്ദേശയാത്രയുടെ രക്ഷാധികാരിയുമായ സ്വാമി ചിദാനന്ദപുരി മുഖ്യപ്രഭാഷണം നടത്തി. ഈ ഭാരതത്തിൽ 60% കുട്ടികളും യുവജനങ്ങളുമാണ്. ഇന്നത്തെ യുവജനങ്ങൾ നാളെ യുവത്വത്തിലേക്ക് വരുന്നവര്. ഇതാണ് ഭാരതത്തിന്റെ സമ്പത്ത്. അടുത്ത ഒരു 4 ദശകങ്ങളിലേക്ക് ലോകത്തെ നയിക്കാൻ കഴിയുന്ന വീര്യം നമ്മുടെ ഉള്ളിലുണ്ട്. ശേഷം സംഗമത്തിനെത്തിയ കുമാരിമാരുടെ സംശയങ്ങൾക്ക് സ്വാമി ചിദാനന്ദപുരി മറുപടി നൽകി. കൃഷ്ണനെയൊക്കെ പക്ഷേ കൃഷ്ണന്റെ രൂപമാണല്ലോ വെക്കുന്നത്, ശിവൻ എന്തുകൊണ്ട് ശിവന്റെ രൂപം വെക്കുന്നില്ല? നമ്മൾ ശിവലിംഗമാണ് പൂജിക്കുന്നത്. അത് സാധാരണ സാകാരമായ ഉപാസനയേക്കാൾ അല്പം സൂക്ഷ്മമായ ഒരു ഉപാസനയാണ്. കൊളത്തൂർ അദ്വൈതാശ്രമത്തിലെ സ്വാമിനി ശിവാനന്ദപുരി, ചിന്മയ മിഷൻ കോഴിക്കോട് മഠാധിപതിയും ധർമ്മ സന്ദേശയാത്രയുടെ കോഴിക്കോട് സ്വാഗത സംഘം വർക്കിംഗ് ചെയർമാനുമായ സ്വാമി ജിതാത്മാനന്ദ സരസ്വതി, കുമാരി സംഗമം കൺവീനർ ഉമാ അന്തർജനം, കുമാരി സംഗമം സഹ കൺവീനർ നീന, ധർമ്മ സന്ദേശയാത്രയുടെ മാതൃസമിതി കൺവീനർ ഭാവന സുരേഷ് എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. ഒക്ടോബർ 7-ന് കാസർഗോഡ് നിന്ന് ആരംഭിക്കുന്ന ധർമ്മ സന്ദേശയാത്ര 21-ന് തിരുവനന്തപുരത്ത് സമാപിക്കും. ഒക്ടോബർ 10-നാണ് യാത്ര കോഴിക്കോടെത്തുക. ആധ്യാത്മിക ആചാര്യൻ AKB നായരാണ് കോഴിക്കോട് സ്വാഗത സംഘം ചെയർമാൻ. അമൃത ന്യൂസ് കോഴിക്കോട്.